ചേട്ടാ, ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാന മണ്ഡലമാണ് ധർമ്മടം. ധർമ്മടം ആരുടെയാണെന്ന് നമുക്ക് പുതുതായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിണറായി വിജയൻ സഖാവിന്റെ മണ്ഡലമാണ്. ഇപ്പോൾ പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കുന്നില്ല. അതേപോലെ തന്നെ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന അല്പമെങ്കിലും CPM-നോട് അല്ലെങ്കിൽ ഭരണപക്ഷത്തിനോട് നമുക്ക് ഒരു ചായ്വ് തോന്നേണ്ട നേതാക്കന്മാരൊന്നും മത്സര രംഗത്തേക്കില്ല. ശരിക്കും എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? പിണറായി വിജയൻ മത്സരിക്കുന്നില്ലേ? പിണറായി വിജയൻ മത്സരിക്കുന്നില്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നയിക്കും എന്നൊരു വർത്തമാനമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് വിജയരാഘവൻ മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ കേരളത്തിലേക്ക് തട്ടകം മാറ്റുന്നു എന്നൊരു വർത്തമാനവും വരുന്നുണ്ട്. അതായത് ഇലക്ഷനെ നയിക്കുന്നത് പിണറായി ആയിരിക്കും, പക്ഷേ അദ്ദേഹം ധർമ്മടത്ത് മത്സരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന. അതൊരു പരാജയ ഭീതി കൊണ്ടാണോ? ഇത്രയും കാലം നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, പ്രതിപക്ഷത്ത് നിന്നും സുധാകരനോ അല്ലെങ്കിൽ സാക്ഷാൽ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ കോൺഗ്രസ് മുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയനെ പുഷ്പം പോലെ തോൽപ്പിക്കാൻ പറ്റും, പക്ഷെ അത്തരത്തിലുള്ള യാതൊരു ഭയവും ഞങ്ങൾക്കില്ല, നിങ്ങൾ ആരെ വേണമെങ്കിലും മത്സരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു ധർമ്മടം എന്ന് പറയുന്നത്. അവിടെ പിണറായി വിജയൻ കൈവിട്ട് കളയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ പറയുന്ന പരാജയ ഭീതി കൊണ്ട് ഞാൻ നിന്നാൽ തോറ്റുപോകും എന്നൊരവസ്ഥ കൊണ്ടാണോ ഈ പറയുന്ന രീതിയിൽ മത്സരിക്കാത്തത്? അല്ല, പിണറായി വിജയൻ തോറ്റുപോകും എന്നുള്ളതൊന്നും കൊണ്ടല്ല. പാർട്ടിയുടെ ഒരു ധാരണ, ഇപ്പം ശൈലജ ടീച്ചറിന് സീറ്റില്ലെന്ന് പറയുന്നു, പി ജയരാജന് സീറ്റില്ലെന്ന് പറയുന്നു, MV ജയരാജന് സീറ്റില്ലെന്ന് പറയുന്നു, ഇങ്ങനെയുള്ള ചർച്ചകൾ പോയിട്ടുണ്ട്. പിണറായിയുടെ കാര്യം പറയുമ്പോൾ ധർമ്മടത്ത് തോറ്റുപോകും എന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. അവരുടെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെയാണ് പോകുന്നത്. പിണറായിക്കൊന്ന് പ്രായമായി, അപ്പോൾ പ്രായമായ പിണറായി തന്നെയാണ് അവരുടെ നേതാവ് എന്ന് അവർ പറയുന്നത്. അപ്പോൾ മത്സരിച്ച് കഴിയുമ്പോൾ അദ്ദേഹം മത്സരിക്കാതെ എല്ലായിടത്തും നടന്ന് പ്രചരണം നടത്താവില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്നിപ്പോൾ മോഹൻലാലുമായുള്ള അഭിമുഖം വന്ന അദ്ദേഹം എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി, അദ്ദേഹം ഒരു മനുഷ്യനാണ്, നിങ്ങൾ പറയുന്ന പോലെ ഒരു ഗുണ്ടയല്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന മുഖമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ അദ്ദേഹം ഇലക്ഷൻ നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവുകയും മുഖ്യമന്ത്രിയായി മത്സരിക്കാതെ തന്നെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി അവരോധിക്കും എന്നൊരു തീരുമാനവും വരുന്നില്ല. അദ്ദേഹം മത്സരിക്കില്ല ധർമ്മടത്ത്. പക്ഷേ അദ്ദേഹത്തിന് കണ്ണൂർ എവിടെ നിന്നാലും ഇപ്പം കല്യാശ്ശേരിയുണ്ട്. പണ്ട് നയനാർ 1987 മുഖ്യമന്ത്രിയായ കഥ അറിയാമല്ലോ. അത് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന VS അച്യുതാനന്ദനെ ആലപ്പുഴയിൽ തോൽപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതായത് ആലപ്പുഴയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു. 87-ന് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ആലപ്പുഴയിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കുന്ന VS മുഖ്യമന്ത്രി ആകണമെന്ന് കരുതിയാണ് അദ്ദേഹം മാരാരിക്കുളത്ത് മത്സരിച്ച് അദ്ദേഹത്തിനെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന നയനാരായിരുന്നു. നയനാർ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞത് VS ആണ്. അങ്ങനെ നയനാർ മുഖ്യമന്ത്രിയായി. നയനാർ തൃക്കരിപ്പൂരിൽ നിന്നാണ് അന്ന് ജയിച്ചത്. അന്ന് സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു CPM MLA, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് കാസർഗോഡ് ഈ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ ഒരു സ്ഥലമാണ്. അവിടെ 6 മാസത്തിനകത്ത് നയനാർ നിൽക്കുന്നു, നയനാർ ജയിക്കുന്നു, മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ഒരു പ്ലാൻ അവർക്ക് ഉണ്ടാക്കാം. ചേട്ടാ, നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ കണ്ണൂരിൽ ഞാൻ ഉയർന്നു കേട്ട ഒരു പ്രധാന പേരെന്ന് പറയുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പേരായിരുന്നു. അത്രയധികം ചേട്ടൻ തന്നെ പറയുന്നു പിണറായി വിജയന് പ്രായമായി എന്നുള്ളത്. അപ്പോ കടന്നപ്പള്ളി രാമചന്ദ്രന് പ്രായമായില്ലേ? ഇത് ഈ പറയുന്ന CPM-ന്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ട പേരിനോടൊപ്പം പറഞ്ഞൊരു കാര്യമാണ്, ജയമാണ് ഞങ്ങൾക്ക് മുഖ്യം, അതുകൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രനെ ഇനിയിപ്പോൾ കണ്ണൂരിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രായം പോലും കണക്കിലാക്കാതെ അങ്ങനെ ഒരു പേര് പാർട്ടി നിർദ്ദേശിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു പാർട്ടി ഒരു വശത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇയാളുടെ തന്നെ തട്ടകമാണ് ഇവര് തന്നെ പറയുന്ന ധർമ്മടം കൈവിട്ടുകൊണ്ട് ഞാൻ നിന്ന് പ്രചാരണം നയിക്കാമെന്ന് പറയുന്ന ആ ഒരു രീതി, അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? ഇത്തരത്തിലൊരു സംസാരവും നടക്കുന്നുണ്ട്. ഇതിപ്പം സംഭവിക്കുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹമാണ് അല്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് അതിനെ അങ്ങ് മൂടാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രായം കൊണ്ടാണ്. കാരണം ഇത് VS-നെ ഒതുക്കിയതുപോലെ, അല്ലെങ്കിൽ VS-നെ നിങ്ങൾ മുഖ്യമന്ത്രി പട്ടം, VS ആണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒന്നാം പിണറായി സർക്കാർ വന്നതൊക്കെ നമുക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് പ്രായത്തിന്റെ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹമാണ് ബാക്കി പറയുന്ന നമ്മുടെ പാർട്ടി ഉപദേശകൻ എന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരു സ്ഥാനം കസേരയിട്ട് പാർട്ടി ഉപദേശകനല്ല, ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ പാർട്ടി കാര്യം നമ്മൾ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നിയതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിന്ദുവിനെ ചിലപ്പോൾ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബിന്ദുവിനെ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. കാര്യം കെ ശൈലജ എന്ന നേതാവിനെ വനിതാ മുഖ്യമന്ത്രി എന്ന രീതിയിലോ അല്ലെങ്കിൽ ശൈലജയെ
കണ്ണൂരിൽ നിന്ന് പിണറായിയേക്കാൾ മുന്നിൽ ഒരു മുഖമായി നിർത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് കരുതുന്നില്ല. അത് നമുക്ക് കരുതാൻ കഴിയില്ല. അത് തന്നെയാണ് ശൈലജയെ വെട്ടാനുള്ള കാരണം. ശൈലജയെ ഇനി ഈ പറയുന്ന നമ്മുടെ സണ്ണി ജോസഫ് വടകരയിൽ ഉണ്ടായ തോൽവി പോലെ ശൈലജ ടീച്ചറിനെ ഈ പറയുന്ന രീതിയിൽ വടക്കേ മലബാറിൽ നിന്നും പറിച്ചു മാറ്റാനുള്ള ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കാലത്ത് വനിതാ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന CPM-ന്റെ മുഖ്യമന്ത്രി ഒരു വനിതാ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ശൈലജ ടീച്ചർ വരണമെന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കകത്തു തന്നെ നേതാക്കന്മാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാധ്യമങ്ങൾ ഒരു സമയത്ത് ഇതേപോലെ ഒരു അങ്ങനെ ഒരു കാര്യം ശൈലജ ടീച്ചറോട് തന്നെ ഒരുപാട് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് ആഗ്രഹിച്ചുകൂടാ. അപ്പോ ആ രീതിയിലേക്കല്ല അങ്ങനെ പേര് എടുത്തു കേട്ടുന്ന ഒരു പേരാണ് ഈ പറയുന്ന ടീച്ചർ. ഇതിനകത്ത് എനിക്ക് തോന്നിയത് ആതിര, ഞാൻ പറഞ്ഞു തരാം. നേരത്തെ VS മത്സരിക്കാൻ പോയപ്പം VSനെ മാറ്റി നിർത്തിയ ഒരു സംഭവം ഉണ്ടാവുകയും അത് പൊതുജനം പിന്നെ അഭ്യുതകാംക്ഷികൾ നിരത്തിലിറങ്ങിയാണ് VSനെ മത്സരിപ്പിക്കണം എന്ന് പറയും. അന്ന് സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ അന്നത്തെ പോളിറ്റ് ബ്യൂറോ ഇവിടുത്തെ കേരളത്തിലെ തീരുമാനം ഇവിടുന്ന് തീരുമാനിച്ച് പോളിറ്റ് ബ്യൂറോ അറിയിക്കുകയും പോളിറ്റ് ബ്യൂറോ അതിലൊരു തീരുമാനമെടുത്ത് അവരുടെ പാർട്ടി അങ്ങ് തീരുമാനിക്കുകയും ചെയ്യുന്നതാണ്. അന്ന് VSന് വേണ്ടിയിട്ട് യെച്ചൂരി ഇടപെട്ടിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. രണ്ടാമതൊരു വേള അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒന്നാം ടൈം കഴിഞ്ഞ് രണ്ടാം ടൈം വീണ്ടും വരുമായിരുന്നു. അവിടെയാണ് 2011 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വരുന്നത്, ഓർമ്മയുണ്ടല്ലോ. അത് 2 സീറ്റ്, അത് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയാണ് അതിനിടയ്ക്ക് കളിച്ചത്, ജയിക്കാൻ വരുന്ന സീറ്റുകൾ തോൽപ്പിച്ചത്. അപ്പൊ ഇവിടെ ഒരിക്കൽ കൂടി പിണറായി വരേണ്ടത് പാർട്ടിക്കകത്തുള്ള ചില പിണറായി സ്തുതിപാഠകരുടെ ആവശ്യം കൂടെയാണ്. അപ്പൊ പിണറായി മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഇലക്ഷനെ നയിക്കാനാണെന്നൊരു ചിത്രം വരാനാണ് സാധ്യത എന്നാണ് ഇദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുകയാണ്. നയിക്കാൻ അദ്ദേഹം പറഞ്ഞ പോലെ ധർമ്മടത്തേക്ക് വരാൻ പോകുന്നത്, ധർമ്മടത്ത് ആര് നിന്നാലും ജയിക്കും. ധർമ്മടത്ത് പറഞ്ഞില്ലേ, കല്യാശ്ശേരി ആര് നിന്നാലും ജയിക്കും. ധർമ്മടം, കല്യാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ അത് അവരുടെ പോക്കറ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പോക്കറ്റുകളൊക്കെ മാറി പോകുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വേള ഞാൻ കേട്ടിട്ടുള്ളത് കൃത്യമായിട്ട് നല്ല ഒരു ശക്തമായ ഒരു സ്ഥാനാർത്ഥി പ്രതിപക്ഷം നിർത്തുകയാണെങ്കിൽ ഉറപ്പായും ധർമ്മടം അവർക്ക് ജയിക്കാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കൂത്തുപറമ്പിലെ കാര്യം പറഞ്ഞു. കൂത്തുപറമ്പല്ല, നമ്മള് ഇദ്ദേഹത്തിന്റെ കാര്യം, കണ്ണൂരിൽ നിൽക്കുന്ന, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, കണ്ണൂരിൽ നിൽക്കുന്ന രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ കാര്യം. രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ അവിടെ നിർത്തുന്നത് ചിലപ്പോൾ കണ്ണൂർ മത്സരിക്കാൻ പോകുന്ന സുധാകരനാവാൻ സാധ്യതയുണ്ട്, MP സുധാകരനാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിന് ഒരു നല്ല എതിരാളിയായിരിക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ ആ പാർട്ടിക്ക് വേറൊരു നേതാവില്ല. ബലിയാടാക്കാൻ വേണ്ടി മാത്രമായിട്ട് പണ്ട് പല രാഷ്ട്രീയ അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ചേട്ടൻ പറയുക തന്നെ ചെയ്തു, ഇതൊക്കെ അവരുടെ തട്ടയങ്ങളാണ്. അപ്പൊ അവിടെയാണ് അവരുടെ ജയം അവർ ഉറപ്പിച്ച സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ സാധാരണ പ്രതിപക്ഷത്ത് നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ബലിയാടുകളായിട്ടാണ്. കാരണം ഇവിടെ നിങ്ങൾ തോറ്റുപോകും, വിഷമിക്കരുത്, നമ്മൾ തോക്കാനുള്ള സീറ്റ് തന്നെയാണ്, അങ്ങനെ പറഞ്ഞു നിർത്തുന്ന ഒരു രീതി കൂടെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ നിങ്ങളൊരു ബലിയാടാക്കാൻ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമെന്നൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ സുധാകരൻ നമ്മുടെ MP സുധാകരൻ അവിടെ മത്സരിക്കുന്നത് കൊണ്ട് ഒരു നിങ്ങൾ അവിടെ ഒന്ന് നിന്നു, അല്ലെങ്കിൽ നമുക്ക് ആളെ കാണിക്കാവുന്ന രീതിയിൽ ആ ഒരു പരിഗണനയിൽ മാത്രം കൊണ്ട് നിർത്തി ബലിയാടാക്കാനാണോ CPM ഇത്തരം സീറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അത് ഈ പറയുന്ന പോലെ ഇതെല്ലാം ഈ നമ്മളിപ്പോൾ ഇത് സംസാരത്തിനിടയിൽ വന്നതുകൊണ്ട് ഇപ്പൊ ചിറ്റൂര് മത്സരിക്കുന്നതാണ് കൃഷ്ണൻകുട്ടിയാണ്, മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെയാണ്. അത് അവരുടെ തന്നെ ഒരു ഇപ്പൊ ഈ പറയുന്ന പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, ശശീന്ദ്രൻ, ഇവരൊക്കെ തന്നെ ശശീന്ദ്രൻ എലത്തൂരാണ് മത്സരിക്കുന്നത്. അവിടെ ആരുടെ വോട്ടിലാണ് ജയിക്കുന്നത്? CPM-ന്റെ വോട്ടിലാണ്. അങ്ങനെ കുറച്ച് ശക്തി കേന്ദ്രങ്ങളുണ്ട്. ആ ശക്തി കേന്ദ്രങ്ങളിൽ തീർച്ചയായിട്ടും ഇനി ആര് നിന്നാലും CPM വോട്ടിൽ അത് ജയിക്കും. ചേട്ടാ, അതിൽ വലിയൊരു മാറ്റമൊക്കെ തീർച്ചയായിട്ടും ഞാൻ പാർട്ടി മണ്ഡലങ്ങളൊക്കെ നല്ല രീതിയിൽ BJP-യിലേക്ക് പോകുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ കോൺഗ്രസിലേക്ക് പോയാൽ പോലും BJP-യിലേക്ക് പോകുന്ന വിശ്വസിക്കാത്ത മണ്ഡലങ്ങൾ പോലും BJP ജയിച്ചൊരു സന്ദർഭം. ഇതിനകത്ത് എനിക്ക് തോന്നി, ഞാൻ ഇതുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഓരോ ഇലക്ഷനും ഓരോ പാറ്റേൺ ആണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പം രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം അല്പം മുമ്പ് പറഞ്ഞു, ലോക്സഭയിൽ അദ്ദേഹത്തിന് അത്രയും വോട്ട് കിട്ടി. പക്ഷെ നിയമസഭയിൽ എത്തുമ്പോൾ പാറ്റേൺ മാറും. കാര്യം നിയമസഭയിൽ ആര് ഭരിക്കണം, ലോകസഭയിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജികളൊക്കെ വ്യത്യസ്തമാണ്. അത് തന്നെയായിരിക്കാം ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് CPM-ന്റെ. തീർച്ചയായും CPM-ന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അല്ല, CPM-ന്റെ കോൺഫിഡൻസിന് മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് പറയാം. അവർ പൊട്ടിക്കാനായി വെച്ചിരിക്കുന്ന കോൺഗ്രസിനെതിരെയുള്ള അടുത്ത വെടി എന്ന് പറയുന്ന ശബരിമല കേസിൽ കോൺഗ്രസ് ഇപ്പോൾ കയറിയതായിട്ട് പറയുന്നത്, തന്ത്രി അറസ്റ്റ് ചെയ്ത കേസിൽ അവരിപ്പോൾ തന്ത്രിയുടെ പിറകെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് പിണറായിയുടെ പോലീസ്
പിണറായിയുടെ പോലീസ് ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിന്നെ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് ചില നിർണായക രേഖകൾ കോൺഗ്രസ്സിലെ ചില പ്രമുഖ നേതാക്കൾക്ക്, ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഭരണകാലമൊക്കെ ആണിപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അവരെ തിരിച്ചടിക്കാനുള്ള ചില കാര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു. മാർച്ചോടുകൂടി തന്നെ, മാർച്ച് 30 മുമ്പ് SIT കുറ്റപത്രം കൊടുക്കുമ്പോൾ തന്ത്രിയെ കുരുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിഷയം വഴിമാറി പോകുന്നതല്ല. അങ്ങനെ അങ്ങ് വിടാൻ CPM തീരുമാനിക്കില്ല. CPM-ന് ഒരു വേള 3.0 അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും നിൽക്കുന്നതുകൊണ്ട് പിണറായി മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം ചിലപ്പോൾ കേന്ദ്രം അവരുടെ കമ്മിറ്റി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മട്ടന്നൂർ മത്സരിക്കില്ല. ഇലക്ഷൻ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും. പ്രചരണം നടത്തുന്നത്. ഒരു വേള ഭരണം കിട്ടുകയാണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ നയനാർ മുഖ്യമന്ത്രി ആയതുപോലെ ആകട്ടെ, ആ കപ്പൽ ആടി ഉലയുമോ എന്നുള്ളത് നമുക്ക് 2026 ഏതായാലും ഇത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ, അതായത് ഈ നമുക്ക് കിട്ടുന്ന ചില പിന്നെ ലീഡ്സ് പ്രകാരമാണ് നമ്മൾ ഇത് പറയുന്നത്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരള ജനത സന്തോഷിക്കുമോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നിർത്തി മണ്ഡലങ്ങളിൽ പിന്നെ വോട്ട് തേടാം, അത്രയും ഒരു കോൺഫിഡൻസ് CPM എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിന് കഴിയുമോ എന്ന് നമുക്ക് നോക്കാം.